ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകാൻ വിചാരിച്ചത് കർണാടക ബന്ദിപ്പൂർ ആ ഒരു സ്പോട്ടായിരുന്നു. രാത്രി ഒരു മണി ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു പുലർച്ചെ ടൈമിൽ തന്നെ നമ്മൾ തമിഴ്നാട് ബോർഡർ കടന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ രാത്രി ഇതുപോലെ ഒരു യാത്ര പോണത്. നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്ഥലം എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ 3 ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫോറസ്റ്റിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആയപ്പോഴാണ് അതിൻ്റെ ആ ഭംഗി നമ്മൾ മനസ്സിലാക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു സൺറൈസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഉൾക്കാടിലൂടെ ഇത്രയും അധിക നേരം യാത്ര ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറേ മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ഈ ഒരു മാൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറേ കാട്ടാനകളെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു നല്ലൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ. ഇനിയും ഒരുപാട് കിലോമീറ്റർ കടക്കാനുണ്ട് ബന്ദിപ്പൂർ എത്താൻ വേണ്ടിയിട്ട്. ബട്ട് കുറച്ച് നമ്മൾ നേരം വൈകിയതുകൊണ്ട് തന്നെ ബന്ദിപ്പൂർ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു കാട്ടിൽ തന്നെ ഒരുപാട് കണിക്കൊന്ന പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഒരു മഞ്ഞ പൂവ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് മുതുമലായി ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്പോട്ട് എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു സ്പോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിലൊരുപാട് ആനകളൊക്കെ ഇങ്ങനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കുറച്ച് നേരം ഞങ്ങൾ നിന്നു. ഈ ഒരു തടാകത്തിന് നല്ല ഒഴുക്കും നല്ല വെള്ളമുണ്ട് കേട്ടോ. ബട്ട് അതിലോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം രാവിലെ 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു ചെറിയ റൂമുണ്ട്. അവിടെ നമ്മൾ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഈ ഒരു ടൈപ്പ് മങ്കി ഉണ്ടല്ലോ, സിംഹവാലൻ എന്ന് പറയും, അത് ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു എലിഫന്റ് ക്യാമ്പാണ് കേട്ടോ. കുറേ ആനകളെ ഇതുപോലെ ആ ഒരു തടാകത്തിലോട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഒരു ടൈഗർ റിസർവ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു കടുവനെ കാണും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഓരോരുത്തരെയും ലക്കാണ്. ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ ജീപ്പും അതുപോലെ ബസ്സും അവൈലബിൾ ആണ് കേട്ടോ. ജീപ്പിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരുപാട് പേരുള്ളതല്ലേ. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫോറസ്റ്റിൻ്റെ പച്ചപ്പും ഒന്നും കാണാനില്ല. ഫുള്ള് ഉണങ്ങിയ മരങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാനിനെയായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. എല്ലാം നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പിന്നെ പണ്ടേ നല്ല ഭാഗ്യമാണല്ലോ. അതുകൊണ്ട് ഒരു കടുവനെ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്ന പോലെ നമ്മൾ പിന്നെ കുറേ കാട്ടാനകളെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ കുറേ കാട്ടുപോത്തുകളെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അതെങ്കിലും കണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഇരിക്കുന്നത്. എല്ലാവരും നല്ല സൂക്ഷ്മതയോട് കൂടി നിരീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവരും ഭയങ്കര കെടുപ്പിലാണ് കേട്ടോ. ഒരു ബസ്സിന് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആവും ഒരു മൃഗങ്ങളും നമ്മുടെ അടുത്തോട്ട് വരാത്തത്. ഫൈനലി നമ്മൾ നിരാശയോട് കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് പോയിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ അത് ആർക്കായാലും ഒരു വിഷമം തന്നെയല്ലേ. എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് അവിടേക്ക് പോയപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടുന്ന് മസാല ദോശ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകണമെന്നൊരു പ്ലാനും ഇല്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നുണ്ടായൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ ബന്ദിപ്പൂർ ആ ഒരു സ്പോട്ടിലോട്ട് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാട്ടിനുള്ളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തു. ഏകദേശം ഉച്ച ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ് പുറത്ത്. റോഡ് സൈഡിലായിട്ട് ഇതുപോലെ പപ്പായയും ഇളനീരൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ല പപ്പായ കണ്ടപ്പോൾ അത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരും നമുക്ക് കട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ. നമ്മളെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ പോകുന്ന വഴിയിലായിട്ട് ഇതുപോലെ സൂര്യകാന്തി പൂവിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും മനോഹരമായൊരു കാഴ്ച കാണുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു ഫ്ലവർ കാണാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് ഫ്ലവറാണ് സൺഫ്ലവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നേരിൽ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഫൈനലി അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റ് കടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ബോർഡർ കടന്നു കേട്ടോ.
നല്ലൊരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു കാട്ടിനുള്ളിൽ നമുക്ക് എവിടെയും ഒരു ഹോട്ടലോ വീടോ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാട് കഴിഞ്ഞെങ്കിലേ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ആ ഒരു സ്പോട്ടിലോട്ടാണ് കേട്ടോ. അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആകെ കൂടെ നേരം വൈകിയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫൈനലി വയനാട് എത്തിയിട്ടുണ്ട്. ഷാർജ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല നാടൻ ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. സദ്യയും ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഉന്മേഷം വന്നു. നമ്മളൊരു 7-Up കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ വയനാട് ചുരം കയറാൻ വേണ്ടി പോവാണ്. എത്ര പോയാലും മതി വരാത്തൊരു സ്ഥലമാണ് കേട്ടോ വയനാട് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചുരം ഇങ്ങനെ കയറി പോകുമ്പോൾ 2 ഭാഗത്തു നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. ഇനി നമ്മൾ നേരെ പോണത് തുഷാരഗിരി വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ. റോഡിലെല്ലാം നല്ല തിരക്കായിരുന്നു. ചെറുതായിട്ട് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്താൻ വേണ്ടി നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അവിടെ 5 മണിക്ക് ക്ലോസ് ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ വ്യൂ പോയിന്റിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വയനാടിൻ്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോഗ് മൂടിക്കെടുക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കുരങ്ങന്മാരുണ്ടാവും എന്നറിയാം, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഏകദേശം ഒരു 5:30 ആ ഒരു ടൈം ആയപ്പോഴാണ് കേട്ടോ വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ അവരത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മുന്നേ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സ്ഥലം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് വന്നത്. ബട്ട് ടൈമെല്ലാം വൈകിയതുകൊണ്ട് തന്നെ ഇതും മൂഞ്ചിപ്പോയി. ഇതാണെങ്കിൽ നമ്മൾ ഗേറ്റ് കടന്നിട്ട് ഉള്ളിലോട്ട് കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നേരം വൈകിയതാണ്, അപ്പോൾ സ്പീഡിൽ തന്നെ നടക്കുകയാണ്. നമ്മൾ ഫൈനലി വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിലോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇതിൻ്റെ മുകളിലോട്ട് കയറിപ്പോയാണ് കേട്ടോ കൂടുതൽ വെള്ളച്ചാട്ടങ്ങൾ ഉള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നടന്നുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കിതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണല്ലോ. കുട്ടികൾക്കൊന്നും ഒരു തൃപ്തിയും ആയിട്ടില്ല കേട്ടോ. കാരണം അവരെല്ലാം ഇതിൽ ഇറങ്ങാൻ വിചാരിച്ച് വന്നതാണ്. ബട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തിരിച്ചു. ആർക്കും ഒരു തൃപ്തിയാവാത്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാണ്. ഏകദേശം 6 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുക്കാനായി. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും മർക്കസിലൊന്ന് കയറിയിട്ട് പോവാമെന്ന്. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ മർക്കസ്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫ്രഷായി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പള്ളി കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ അകത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. സ്ത്രീകൾക്കാണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ തന്നെ സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തായിട്ട് തന്നെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. എൻ്റെ അനിയനെടുത്ത വീഡിയോ ആയിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതിനകത്തുള്ള ഈ ഒരു വലിയ ഡോമിന് അത്യാവശ്യം വലിപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു പഴംപൊരിയും ചായ കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ യാത്ര തിരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീട്ടിലെത്തുമ്പോൾ ഒരു 11 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.